അച്ഛനിപ്പോഴും ആദർശനോടുള്ള പിണക്കം മാറിയിട്ടില്ലെങ്കിലും നമ്മുടെ ജുവലറി തിരിച്ചു വന്നല്ലോ. ആ നാഗേന്ദ്രന് മുന്നിൽ നമുക്ക് അടിയറവ് പറയേണ്ടി വന്നില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മരുമോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജയേട്ടനറിയോ? അതൊക്കെ അച്ഛൻ എന്താ ജയേട്ടൻ മനസ്സിലാക്കാത്തത്? അത് തന്നെ എന്റെയും ചോദ്യം. ഇനിയെങ്കിലും മുത്തശ്ശന് ഏട്ടനോട് ഏട്ടത്തിയോട് ഒന്ന് ക്ഷമിച്ചൂടെ? ഞങ്ങൾക്ക് അത് പോയി അച്ഛനോട് ചോദിക്കാൻ ചില പരിമിതികളുണ്ട് മോനെ. ആദർശ് ഞങ്ങളുടെ മോനായതുകൊണ്ട് അവനെ തിരിച്ചു വിളിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് അച്ഛൻ വിചാരിക്കും. നിനക്ക് നിന്റെ ഏട്ടനോ ഏട്ടത്തെയും മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ അതേപ്പറ്റി അച്ഛനോട് സംസാരിക്കുമോനെ. വല്യച്ഛൻ അറിയാലോ, എടുത്ത പൊങ്ങത്ത ഭാര ഞാനിപ്പോ തല വെച്ചോണ്ട് നടക്കുന്നേ. എനിക്കൊന്ന് ഫ്രീ ആവണം. പക്ഷേ നീ വന്നതിന് ശേഷം കമ്പനിക്ക് ഉയർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ വല്യമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ വിജയങ്ങൾക്ക് പിന്നില് എന്റെ ഒരു മിടുക്കുമില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ യഥാർത്ഥ ശത്രുവിനെ ആദർശേട്ടല്ലേ കണ്ടെത്തിയത്. അതിനെ ആരെങ്കിലും ഏട്ടനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദു മാത്രമാ. ന്യായമായിട്ടും ആദർശ് നയനെ ഇങ്ങോട്ട് മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ നിനക്കറിയാലോ മോനെ, ഈ തറവാട്ടിൽ അച്ഛന് മുകളിൽ ആരും ഒന്നും പറയാറില്ല. പിന്നെ നിന്റെ അമ്മയ്ക്ക് ആദർശ് ഇങ്ങോട്ട് മടങ്ങി വരരുതെന്ന ആഗ്രഹം. അമ്മയുടെ സ്വഭാവം വല്യമ്മയ്ക്ക് അറിയാലോ. പക്ഷേ അച്ഛൻ അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. ഏട്ടനും ഏട്ടത്തെയും മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ അച്ഛനും. നിന്റെ അച്ഛനും എനിക്കും ഒക്കെ അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. ഞങ്ങൾ ഇന്നും ന്യായത്തിന്റെ പക്ഷത്തേ നിന്നിട്ടുള്ളൂ. ഇനിയിപ്പോ എന്തായാലും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. മുത്തച്ഛനോട് ഞാൻ കാര്യം പറയാൻ പോവാ. അവൻ സംസാരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനും അനിയനും തമ്മിൽ ഇതുപോലൊരു സ്നേഹമുള്ള നല്ലതാ. ജാനകിയെ പോലെ അനിയൻ ചിന്തിച്ചിരുന്നെങ്കിൽ കിട്ടിയ അവസരം അവൻ മുതലാക്കിയനെ. അവൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല ജയേട്ടാ. ആദർശിനെ പോലെ തന്നെ ഞാനല്ലേ അവനെ വളർത്തിയത്. ഓരോന്ന് എല്ലാവർക്കും വെച്ച് വിളമ്പുമ്പോൾ അമ്മയാവാൻ പോകുന്ന എൻ്റെ മരുമോൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം എനിക്കുമുണ്ട്. 7ാം മാസ ചടങ്ങ് കഴിയുമ്പോൾ പിന്നെ പ്രസവം വരെ മോളുടെ വീട്ടിലായിരിക്കില്ലേ. ആകെ കൂടി മോളെ ശരിക്കും നോക്കാൻ പറ്റിയത് 1 or 2 മാസമാ. താനിപ്പോ പതിവിലും സന്തോഷവതിയാണല്ലോ. എന്നെ മാത്രം എന്തിനാ പറയുന്നേ? ഇദ്ദേഹത്തിന് സന്തോഷമില്ലേ? എന്താടാ മോനെ? അല്ല, അത് പിന്നെ ന്യായമുള്ള കാര്യം പറയുമ്പോ മുത്തശ്ശൻ അതിനോട് നിൽക്കല്ലേ വേണ്ടത്. അതിനിപ്പോ നീ എന്ത് ന്യായമാ പറഞ്ഞത്? അത് പിന്നെ എന്താടാ മോനെ നീ നിന്ന് പരുങ്ങുന്നേ? പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞൂടെ? അത് പിന്നെ ആദർശേട്ടനാണല്ലോ നമ്മുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് നീ ഒരുപാട് തവണ പറഞ്ഞല്ലോ. നീ നിന്റെ വില മനഃപൂർവ്വം കുറച്ചു കാണുകയാണല്ലേ? ഞാനതിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ മുത്തശ്ശി. ഉറപ്പായും ആദർശേട്ടനും നയനേടത്തെയും തിരിച്ചു വരണ്ടേ എന്നെനിക്ക് തോന്നാത്തിടത്തോളം കാലം അവര് വരില്ല. മുത്തശ്ശ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മുത്തശ്ശന് ആദർശേട്ടനോടുള്ള സ്നേഹവും നയനേടത്തിയോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും പിന്നെന്തിനാ മുത്തശ്ശൻ ഇങ്ങനെ വാശി കാണിക്കുന്നേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കേണ്ടത് നടക്കും. ഇവന് MD സ്ഥാനം ഒഴിഞ്ഞ് തേരപാര നടക്കണമായിരിക്കും അല്ലേ? അങ്ങനെ നടക്കാനൊന്നും പറ്റില്ലല്ലോ. ഏട്ടൻ MD സ്ഥാനം ഏറ്റെടുത്താലും എന്നെ ഫ്രീ ആക്കിയൊന്നുമില്ല. MD എന്ന നിലയിൽ നീ വന്നതിന് ശേഷം കമ്പനിക്ക് ഒരു താഴ്ചയും ഉണ്ടായിട്ടില്ല. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാ. നിന്റെ ഏട്ടനും അതേപ്പറ്റി നല്ല ബോധമുണ്ടെന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ട് തൽക്കാലം നിന്റെ ആവശ്യം അംഗീകരിക്കാൻ പറ്റില്ല. മുത്തശ്ശന്റെ മനസ്സിൽ എന്താന്നുള്ളത് മുത്തശ്ശിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പക്ഷേ ആദർശേട്ടനും നയനേടത്തെയും തിരിച്ചു വരാത്തതില് വല്യച്ഛനും വല്യമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. പിന്നെ മുത്തശ്ശനെ പേടിച്ചിട്ടാ അവരാരും ഒന്നും പറയാത്തത്.
എന്ന് വെച്ചാ നിനക്കെന്നെ പേടിയില്ലെന്നർത്ഥം. അല്ലെങ്കിൽ ഇപ്പൊ വന്ന് നീ ഇങ്ങനെ ഒരു ആവശ്യം പറയില്ലല്ലോ. നീ പോവാൻ നോക്ക്. ആ അല്ല ഇത് നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? ഞാനുമായിട്ട് മോക്ക് അടുപ്പമുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അനിയാണ് ഇനി അടുത്ത ലക്ഷ്യം. എൻ ജ്വല്ലറി അച്ഛൻ്റെ ആണെന്ന് അറിഞ്ഞിട്ടും എന്നെ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നെ മാനേജറാക്കിയത് അച്ഛനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. മുത്തച്ഛൻ അതേപ്പറ്റി ഇതുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. അയാളെല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയാണ്. അയാൾ എൻ്റെ കരണത്തടിച്ചതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അതിനേക്കാളും വലിയ വേദനയാ നിങ്ങളുടെ അമ്മ എൻ്റെ മനസ്സിനുണ്ടാക്കിയത്. അതെന്താണെന്ന് ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ പറഞ്ഞാ എൻ്റെ രക്തം തിളയ്ക്കും മോളെ. അതുകൊണ്ട് തൽക്കാലം അന്ന് നടന്നൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് അനിയുമായുള്ള റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ നോക്ക്. ഇപ്പോഴും അവൻ തന്നെയാണ് മൂർത്തീസ് ജുവലറിയുടെ MD. ആ സ്ഥാനത്തേക്ക് ആദർശ് വന്നിട്ടില്ല. ഇനി വരൂ അച്ഛാ. അതിനുള്ള സാധ്യതയില്ലടി. വിജയിച്ചവൻ ബിസിനസ്സിൽ തുടരണമെന്നാണ് മുത്തച്ഛൻ പറയുന്നത്. അനി MD ആയതിനു ശേഷം മൂർത്തീസ് ജ്വല്ലറി വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എൻ്റെ അമ്മാവന്മാരെ പോലെ ആദർശ് തിരിച്ചു വന്നാലും അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമേ ആയിരിക്കുള്ളൂ. അതിന് മുകളിലൊരു അധികാരം ആദർശിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതിവൻ പറഞ്ഞ ശരിയാ മോളെ. അപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണം. മൂർത്തി തന്ത്രങ്ങൾ അറിയാവുന്നവനാ. അയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ആദർശ് തിരികെ വരാതിരുന്ന അത് നമുക്ക് നല്ലതാ. മറ്റൊന്നും കൊണ്ടല്ല, അനന്തമൂർത്തിയെക്കാളും ബിസിനസ്സിൽ മിടുക്കനാണ് ആദർശ്. അതൊരു ചെറിയ കാര്യമല്ല. അയ്യോ അമ്മയാ, ഇന്ന് തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇനി എത്തിയോന്ന് അറിയില്ല. കട്ടേ, അവള് വരെ വരാതിരിക്കേ ചെയ്യട്ടെ. എന്റെ മുന്നിൽ വെച്ച് അവളുമായിട്ട് നിങ്ങൾ സംസാരിക്കരുത്. അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ ദേവേ. സ്വന്തം അച്ഛനെ ഇതുവരെ ഏട്ടന് മനസ്സിലായിട്ടില്ലേ? വലിയ വലിയ വിജയങ്ങളാ ഇപ്പൊ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. അതിന് അച്ഛൻ ഇന്ന് കേക്ക് മുറിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. എല്ലാം അനിയേട്ടന്റെ ഭാഗ്യം. അത് പിന്നെ പറയണോ, അവന്റെ ജാതകത്തിലെ ഗജകേസരി യോഗ ഉണ്ട്. അത് നിന്റെ ജാതകത്തിലും കാണും. അല്ലെങ്കിലേ നിനക്ക് ഈ വീട്ടിലെ മരുമോളാൻ പറ്റില്ലല്ലോ. നീ എന്താ ഒന്നും ഇഷ്ടപ്പെടാതെ മാറി നിൽക്കുന്നേ? അച്ഛൻ വീടൊരുക്കാൻ പറഞ്ഞല്ലേ, അപ്പൊ നിനക്കും സഹകരിച്ചൂടെ? ഓ, എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല അമ്മായി. പിന്നെ ഞാനെന്തിനാ സഹകരിക്കുന്നേ? അവളും അവളുടെ ഭർത്താവും കൂടി ഏൻ ജ്വല്ലറിയെ സഹായിക്കാൻ പോയതാ. ഇപ്പൊ എന്തായിടി, നിന്റെയൊക്കെ സ്ഥാപനം തകർന്നില്ലേ? അങ്ങനെ തകർന്നിട്ടൊന്നുമില്ല, കുറച്ച് താഴോട്ട് പോയി, അത്രേ ഉള്ളൂ. അച്ഛനും അമ്മയും കൂടി എങ്ങോട്ടാ? ഞങ്ങള് കുടുംബക്ഷേത്രം വരെ ഒന്ന് പോവുക. നല്ലത് നടക്കുമ്പോ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തണമെന്ന് എല്ലാവർക്കും അറിയാലോ. അല്ല, നിന്റെ മോനെവിടെ? അറിയത്തില്ല, എന്തോ ഒരാവശ്യത്തിന് പുറത്തു പോയിന്നാ തോന്നുന്നു. ഇന്നെന്താ ആഘോഷം ഒന്നും പറഞ്ഞില്ലല്ലോ മുത്തശ്ശ. അതൊക്കെ ആഘോഷം നടക്കുമ്പോ എല്ലാരും അറിഞ്ഞോളും. എന്തായാലും അച്ഛന്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നത് ഇപ്പോഴാ. മഴ മാറിയിട്ട് വെയിലടിച്ചതുകൊണ്ടാവും. വസുന്ധരേ, താൻ പാടൂ.
ഊരു ചുറ്റലൊക്കെ കഴിഞ്ഞ് ഒരുത്തി വരുന്നുണ്ടല്ലോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊന്നും പറഞ്ഞ് നീ പോയതല്ലേ? അവിടെ പോയിട്ട് പരദൂഷണം പറഞ്ഞു നീ മടുത്തു കാണുമല്ലോടി. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോഴേ മനസ്സിനൊരാശ്വാസം അച്ഛാ. ഓ, അല്ല, ഇവിടെ എന്താ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്? ഇന്നെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അങ്ങനെ ഫംഗ്ഷൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരു കള്ളനെ പിടിച്ചു, ഞാൻ അവന്റെ കരണത്തു അടിച്ചു. ഒരിക്കൽ ഈ വീട്ടിൽ നിന്ന് തല്ലുകൊണ്ട് പോയവൻ വീണ്ടും എന്റെ തല്ലുകൊള്ളാൻ വന്നു എന്നാ ഞാൻ പറഞ്ഞത്. ആരുടെ കാര്യം അച്ഛൻ പറയുന്നേ? നിന്റെ കുട്ടികളുടെ അച്ഛന്റെ കാര്യം തന്നെ, നാഗേന്ദ്രന്റെ. അയാളെന്താ ഇവിടെ? അയാളാ എൻ ജ്വല്ലറിയുടെ മുതലാളി. അവന്റെ ജ്വല്ലറിയിലാ നിന്റെ മകൻ മാനേജറായിട്ട് പോയത്. ദേ, ഇവള് മോഡലായിട്ട് നിൽക്കുന്നത് അവന്റെ സ്ഥാപനത്തിലാ. നേരാണോടി? എനിക്കൊന്നും അറിയില്ല. എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതേ ആ ഡേവിഡ് സാറാ. അല്ലാതെ ഈ പറയുന്ന ആളെ പറ്റിയൊന്നും ഞാനും അഭിയും കേട്ടിട്ട് പോലുമില്ല. എന്നാലും അയാളാണോ അച്ഛാ നമ്മളെ തകർക്കാനായിട്ട് ഇവിടെ എത്തിയത്? ഇവിടെ മാത്രമല്ല, ഗൾഫിലും അവൻ നമ്മളെ തകർക്കാൻ ശ്രമിച്ചു. ഇവിടെ ഏൻ ജ്വല്ലറിക്കും മറ്റു പല ജ്വല്ലറിക്കും പിന്നിലേക്ക് നമ്മൾ പോയതായിരുന്നു. ഭാഗ്യം കൊണ്ടാ എല്ലാം തിരിച്ചു പിടിച്ചത്. ആ ഭാഗ്യം കൊണ്ടുവന്നതേ എന്റെ മോനാ, അനിയ. അങ്ങനൊന്നും നീ പറയണ്ട. അനി MD ആയ ശേഷം കമ്പനിക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നേട്ടത്തിന് പിന്നില് ആദർശിന്റെ നയനയുടെയൊക്കെ അധ്വാനമുണ്ട്. അതേപ്പറ്റി ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. അനി കമ്പനിയുടെ MD ആയതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അവനാ. പഴയതിനൊക്കെ കണക്ക് ചോദിക്കാനാണ് നിന്റെ ഭർത്താവ് വന്നതെങ്കിൽ അന്നവൻ ജീവനോടെയായി നാട്ടിൽ നിന്ന് പോയത്. പക്ഷെ ഇനി അനന്തപുരി തറവാട്ടുകാരോടും മൂർത്തീസ് ജ്വല്ലറിയോടും ഏറ്റുമുട്ടാൻ നാഗത്തിന്റെ ജന്മമായ നാഗേന്ദ്രൻ ജീവനോടുണ്ടാവില്ല. നിന്റെ മോനും മരുമോൾക്കും അവനുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ അവരും കൂടി അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. പാടോ. നീ പറഞ്ഞത് സത്യമാണല്ലോ. നാഗേന്ദ്രനെ നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എനിക്കറിയില്ല ഈ നാഗങ്ങളെ ഒന്നും. അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ? നമ്മള് അവിടെ എത്തുമ്പോ എല്ലാവർക്കും സർപ്രൈസ് ആയിരിക്കും. ആദർശേട്ടന് മുത്തശ്ശനെ കുറിച്ച് ഇപ്പൊ എന്താ തോന്നുന്നത്? എനിക്ക് മുത്തശ്ശനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്നെ വെറുത്തപ്പോ പോലും എനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല, ബഹുമാനവും കുറഞ്ഞിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ കാരണവരില്ലാത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും പല തറവാട്ടിലും കാണുന്നുണ്ട്. ആദർശേട്ടന്റെ തറവാട്ടിലെ ആണുങ്ങളുടെ ഒത്തൊരുമയാ ആ തറവാടിന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം. അഭിയൊഴിച്ച എല്ലാവരും ഒരു പ്രശ്നം വരുമ്പോ ഒന്നിച്ച് നിൽക്കുന്നവരല്ലേ. അത് മുത്തശ്ശനിൽ നിന്ന് കിട്ടിയ ശീലോ. കുട്ടിക്കാലത്ത് അങ്ങനെയുള്ള ഉപദേശങ്ങള് മുത്തശ്ശൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുത്തത്. ആണിനും പെണ്ണിനും പരസ്പരം ബഹുമാനിക്കുന്നത് കുറച്ചിലായി തോന്നുമ്പോഴ് വീട്ടിനകത്ത് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുന്നത്. നമുക്കിറങ്ങാം. നമുക്കിറങ്ങാം. രണ്ടാൾക്കും വിഷമമായോ? അത് പിന്നെ പ്രസവം വരെ മോളെ നോക്കാന്ന് പറഞ്ഞല്ലേ ഞാൻ വന്നത്. അതിനിപ്പോ എന്താ ആന്റി, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോരെ. പിന്നെ ദാമോട്ടിനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, എപ്പോ വേണമെങ്കിലും വരാം.
പ്രസവം കഴിഞ്ഞാലും ആന്റിയുടെ സഹായം എനിക്ക് ആവശ്യം. 7-ാം മാസം കഴിഞ്ഞാ വീട്ടിലോട്ട് പോവോ മോളെ? ഒന്നും ഞാൻ തീരുമാനിച്ചില്ല. അതൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഞങ്ങളെന്നാ ഇറങ്ങുക. കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. പിന്നെ മുത്തശ്ശൻ നിങ്ങളെ രണ്ടാളെയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങൾ തരാനായിരിക്കും. അതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല സാറേ. മൂർത്തി സാറിന്റെ സ്നേഹം കരുതലൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എന്നാ പോയിട്ട് വരാം ആന്റി. ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ? ശരീരമൊക്കെ നോക്കണേ മോളെ. ഭക്ഷണം കഴിക്കുന്നതിൽ മുടക്കം വരുത്തരുത്. അവിടെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാലും പറഞ്ഞതേ ഉള്ളൂ. മോള് പലപ്പോഴും സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുന്ന കൂട്ടത്തിലാ. ഇനിയിപ്പോ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ആന്റി. ശരി ആന്റി. ശരി മോളെ. ദാമേട്ടാ. എടാ, ചിലതൊക്കെ ഞാൻ കേട്ടു. ജ്വല്ലറിയുടെ യഥാർത്ഥ MD ആരാ? അത് പിന്നെ അതേപ്പറ്റി ഞാനും ഇപ്പോഴും അമ്മ അറിയുന്നത്. ഡേവിഡ് സാറാണ് ഇപ്പോഴും MD. അയാളാണെങ്കിലും നിന്നെ അവിടെ മാനേജർ ആക്കിയത് അയാളല്ലേ, നാഗേന്ദ്രൻ. അതുകൊണ്ട് നീ ഇപ്പൊ ആ ജോലി റിസൈൻ ചെയ്യണം. ഒരു 6-7 മാസം കൂടി എഗ്രിമെന്റിന്റെ കാലാവധി ഉണ്ടമ്മേ. അത് അവസാനിക്കുന്നതിന് മുന്നേ റിസൈൻ ചെയ്താണ്ടല്ലോ അവർക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. നീ അയാളെ കണ്ടിരുന്നോ, ആ നാഗേന്ദ്രനെ? ഇല്ലമ്മേ. അയാളാണ് ആ ജ്വല്ലറിയുടെ മുതലാളി എന്ന് അറിഞ്ഞപ്പോ മുതല് എനിക്ക് ഡേവിഡ് സാറിനോട് പോലും വെറുപ്പാണ്. അയാളുണ്ടല്ലോ ആ നാഗേന്ദ്രൻ, അയാൾ അരികിലേക്ക് വന്നാ മുഖം തിരിച്ചു പോയിക്കോണം. ഒരു കാരണവശാലും അയാളുമായിട്ട് ഒരു അക്ഷരം പോലും സംസാരിക്കരുത്. അത്രയ്ക്ക് വിഷമാണ് അയാള്. അയാളെ നീ കണ്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണല്ലോ? അതെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലമ്മേ. എന്റെ മക്കളെ വശത്താക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ മാനേജർ ആക്കിയത്. പിന്നെ അവളോട് ഇനി AN ജ്വല്ലറിയുടെ മോഡലായിട്ട് പോകരുതെന്ന് പറയണം നിന്റെ ഭാര്യയോട്. അതെല്ലാം അമ്മ തന്നെ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞ അവള് കേക്കില്ലമ്മേ. എന്ന് വെച്ചാ ആദ്യം അവിടെ പോയത് അവളല്ലേ. അവളുടെ കെയർ ഓഫിലല്ലേ ഞാൻ അവിടെ പോയത്. എന്നാ പിന്നെ ഞാൻ അവളോട് സംസാരിക്കാം. അമ്മ ഓ, നീ നിന്റെ സൗന്ദര്യം ആസ്വദിക്കുമായിരിക്കും. ഞാനൊരു മോഡലല്ലേ അമ്മേ, അപ്പൊ സൗന്ദര്യം നിലനിർത്തണ്ടേ? നീ സൗന്ദര്യമൊക്കെ കാത്തു സൂക്ഷിച്ചോ. പക്ഷേ ഇനി നീ മോഡലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജ്വല്ലറിയുടെ മോഡലായിട്ട് പോയാ മതി. അല്ലാതെ AN ജ്വല്ലറിക്ക് വേണ്ടി ഒരു സേവനവും നീ ചെയ്യണ്ട. ഞാൻ ആകെ തകർന്നിരുന്ന സമയത്തെ എന്നെ സഹായിച്ചത് AN ജ്വല്ലറിക്കാരാ. അതുകൊണ്ട് അവർക്ക് എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം ഞാൻ അവിടെ പോവും. ഇന്നലെ വരെ നീ അവിടെ പോകുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നല്ലോ. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് നീ പോകണ്ടെന്ന് ഞാൻ പറയുന്നതെന്ന് നിനക്കറിയാവുന്നതല്ലേ? ദുഷ്ടനാണ് അയാൾ, നാഗേന്ദ്രൻ. ഈ നാഗേന്ദ്രനെ ഒന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പിന്നെന്തിനാ അയാളെ പറ്റി ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്? എന്നെ അവിടെ മോഡലാക്കിയത് ഡേവിഡ് സാറാ. ഒരിക്കലും അല്ല. നിന്നെ മോഡലാക്കിയതിന് പിന്നിൽ അയാൾ തന്നെയാ, ആ നാഗേന്ദ്രൻ. അയാളുടെ കളികളാണ് അതെല്ലാം. അബി ആ ജ്വല്ലറിയുടെ മാനേജർ ആയതേ നിന്റെ റെക്കമെൻഡേഷൻ കൊണ്ടൊന്നും അല്ല. അതിനു പിന്നിലും അയാളുടെ ബുദ്ധിയാ. അബി ഞാനും ഒന്നും ഇന്ന് വരെ അങ്ങനത്തെ ഒരു അവതാരത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ടേ അമ്മ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നീ പോവല്ലേ? പോകും. ആര് തടഞ്ഞാലും പോകും. ഈ വീട്ടിലെ കാരണവര് തടഞ്ഞാലും പോകും. നീ നോക്കിക്കൂടി. ചതിയും വഞ്ചനയും ജന്മന കിട്ടിയ ഒരുത്തനാണ് ആ നാഗേന്ദ്രൻ. അതിന്റെ ഫലം നീ അനുഭവിക്കും. ആയിക്കോട്ടെ. എന്തായാലും ദൈവം തന്ന ജോലി ഞാനായിട്ട് തട്ടിത്തെറിപ്പിക്കുന്നില്ല. ഇതിനോടകം തന്നെ ഇഷ്ടം പോലെ പൈസ അവര് തന്നു കഴിഞ്ഞു.
പിന്നെ അവരുമായിട്ടൊരു കരാറുണ്ട് അടുത്ത 1 വർഷത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോണോ വേണ്ടെന്നൊക്കെ ഒന്ന് ആലോചിക്കാം. എടി, ആ പൈസ കൊണ്ട് നീ എവിടെ എത്താൻ പോകുന്നില്ല. എന്റെ വാക്ക് കേൾക്കാതെ നീ AN ജ്വല്ലറിയിലേക്ക് പോയാലേ അത് നിന്റെ ഭാവി ഇല്ലാതാക്കും. കരുതിയിരുന്നോ നീ? എന്റെ ഭാവി ഇല്ലാതാക്കിയത് നിങ്ങളുടെ മോനാ. എന്നെ എന്റെ കുഞ്ഞിനെയും ജീവനോടെ ദഹിപ്പിച്ചതും അവനാ. നമ്മൾ ഇന്ന് ഈ വീട്ടിലേക്ക് ആനയിക്കാൻ പോകുന്ന VIP-കൾ ചെറിയ ആൾക്കാരല്ല. അവരെല്ലാ അർത്ഥത്തിലും വിജയിച്ചവരാണ്. നമ്മുടെ ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് അവരുടെ സംഭാവനകൾ ചെറുതല്ല. അതിന് അവർക്ക് ഇങ്ങനൊരു സ്വീകരണം തന്നെയാണ് നൽകേണ്ടത്.